ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാറുവിനെ കാണാൻ വന്ന ആ അനാഥ മന്ദിരത്തിൽ നിന്നുള്ള ആ മാനേജർ ഉണ്ടല്ലോ, അയാളെ കാണുമ്പോൾ ശിവാനിയുടെ മുന്നിൽ പാറു ഒരു പതർച്ച കാണിച്ചത് കൊണ്ട് തന്നെ ശിവാനിക്ക് അവിടെ ഒരു ഡൗട്ട് കുടുങ്ങണം കേട്ടോ. പിന്നീട് പാറു പറയുന്നുണ്ടല്ലോ, നമുക്ക് പുറത്ത് വെച്ച് കാണാം, ഇവിടെ വെച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് പാറു പറഞ്ഞു വിടുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നീട് ശിവാനി ഒരു തീരുമാനമെടുക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടെത്തണം. എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ തനിക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു തുറുപ്പിച്ചിട്ട് നിധിയെ ഇവിടെ നിന്ന് പുറത്താക്കാനും അതുതന്നെ ആയിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പിന്നീട് പാറു ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഫി ഷോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിറകെ ശിവാനിയും ചെല്ലണം കേട്ടോ. അങ്ങനെ ഈ ശിവാനി പിറകെ ചെല്ലുന്നത് പാറുവിനെ അറിയില്ല. അങ്ങനെ പാറു ഈ ഒരു മാനേജർ അവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ സമയം പാറു അയാളുടെ മുന്നിലോട്ട് ചെല്ലണം. എന്നിട്ട് പറയണേ, നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മകൻ്റെ ഭാര്യയായ ശിവാനി ഉണ്ടല്ലോ, അവൾ ഭയങ്കര സാധനമാണ്, അവളെ ഭയങ്കര സംശയമാണ്, അവളെല്ലാം അങ്ങനെ നിരീക്ഷിക്കുന്നൊരു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ സോറി, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ ഗൗതമോനെ കുറിച്ചാണോ എന്നുള്ള ആ ഒരു ഡൗട്ട് ഇങ്ങനെ പാറുവിൻ്റെ ഉള്ളിൽ തുടങ്ങുകയാണ്. അങ്ങനെ പാറു പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും നല്ല രീതിയിൽ ജീവിച്ച് പോവുകയാണ്, ഒരിക്കലും എൻ്റെ ഗൗതമിൻ്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ശിവാനിയാണെങ്കിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ശിവാനി ഒരു മരത്തിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ നോക്കുന്നുണ്ട്. താൻ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇവർ പറയുന്ന രഹസ്യം അറിയാൻ തനിക്ക് കേൾക്കുന്നുമില്ല. താൻ എന്താ ചെയ്യുക? അവരുടെ അടുത്തോട്ട് പോയ ഞാനാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്താണ് ഇപ്പോൾ ഇതിനൊരു വഴി എന്നൊക്കെ ഇങ്ങനെ ശിവാനി ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം പാറുവും ഇയാളും കൂടി ഇങ്ങനെ കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പാറു പറയാണ്, ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിലാണ് പോകുന്നത്, എന്തായാലും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് നിർമ്മലയെ, എൻ്റെ മോനെ എനിക്ക് തന്നതിൽ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് സപ്ലൈ ബോയ് വരണം, എന്താ കുടിക്കാൻ വേണ്ടതെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തോളൂ, ജ്യൂസായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പാറു അയാളെ പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ ശിവാനി ആണെങ്കിലോ ഇവരെന്താ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, ചെവി കൂർപ്പിച്ചിട്ടും കേൾക്കുന്നില്ല. അപ്പോഴാണ് സപ്ലൈ ബോയ് തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് കേട്ടോ. അവനെ കണ്ടുകൂടെ തന്നെ ശിവാനി പറയണേ, ഇനിയൊന്നും ഇങ്ങ് വന്നേ എന്ന് പറയണേ. എന്താ മാം എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണ്ട, നീ ചെയ്യണം എങ്കിൽ നിനക്ക് ഞാൻ പണം തരാമെന്ന് പറയണം. അപ്പോൾ അതിൽ അയാൾ വീണിരിക്കുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ശിവാനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അങ്ങനെ പാറു പറയുന്നുണ്ട്, എൻ്റെ കുടുംബം ഇപ്പോൾ നല്ല രീതിയിൽ പോവുകയാണ്, ഇനി വരരുത്, അപ്പോൾ നിങ്ങൾ എന്തിനാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ പാറുവിൻ്റെ സങ്കടം തന്നെയാണ് പറയുന്നത്. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ജ്യൂസ് പറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജ്യൂസുമായി വരികയാണ്. അപ്പോൾ ഈ ജ്യൂസുമായി വരുമ്പോൾ ശിവാനിക്ക് മുന്നിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ശിവാനി അയാളോട് പറഞ്ഞിട്ടുണ്ടാവും ഒരു ചെറിയൊരു ഫ്ലവർ ഫേസ് എടുക്കാൻ, ഫ്ലവർ ഉള്ള ഒരു ചട്ടിയോട് കൂടിയിട്ടുള്ളൊരു പൂവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് അതിലിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അതിൽ കുറേ ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല അലങ്കാരത്തോടു കൂടി തന്നെ ആ ഒരു ട്രേ കൊണ്ടുവരികയാണ്. 2 ജ്യൂസാണെങ്കിൽ അത് നല്ല അലങ്കാരം ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അയാൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ശിവാനിയോട് പറയണം. അപ്പോൾ ശിവാനി എന്ത് ചെയ്യുന്നു, ആ ഒരു ചെടികൾക്കുള്ളിൽ തൻ്റെ മൊബൈൽ താഴ്ത്തി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊന്നും പാറുവിനും അറിയില്ല, ഈ മാനേജർക്കും അറിയില്ല. അങ്ങനെ ഇവർ തമ്മിൽ സംസാരം തുടരുന്നത്. ജ്യൂസ് എന്ന് പറയുമ്പോൾ പാറു സംസാരം നിർത്തണം. അങ്ങനെ ഇവർക്ക് 2 പേർക്കും ജ്യൂസ് വെച്ച് കൊടുത്തിട്ട് അയാളങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ഈ വീഡിയോ ഈ മൊബൈലിൽ ഓണാക്കിയിട്ടുണ്ടെന്നുള്ളത് പാറുവിന് അറിയില്ല. അങ്ങനെ പാറു ഒന്നും അറിയാതെ ഇങ്ങനെ ഇയാളോട് പറയാണ്, എൻ്റെ നിർമ്മലയെ നിങ്ങൾ അവിടെ സ്വീകരിച്ചു, അവൾ നല്ല രീതിയിൽ പ്രസവിച്ചു, പിന്നീട് നിർമ്മലയുടെ മകൻ ഗൗതമിനെ എനിക്ക് നിങ്ങൾ തന്നു, എൻ്റെ പൊന്നുമോനെ കിട്ടിയിട്ട് ഇന്നേക്ക് 30 വർഷമായി. അതുകൊണ്ട് തന്നെ ഈ രഹസ്യം അവിടെ ശിവാനി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് എൻ്റെ മകനെ തള്ളിപ്പറയേണ്ടി വരും, എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും, അവളെ എൻ്റെ കുടുംബം ഛിന്നഭിന്നമാക്കാൻ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അയ്യോ എനിക്ക് മേഡം ഇതൊന്നും അറിയില്ലായിരുന്നു, നിങ്ങളെന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവിടെ ഒരു സ്ഥാപനം പുതുതായി പണിയണമെന്ന് ആഗ്രഹമുണ്ട്, അതിലോട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി വന്നതാന്നൊക്കെ പറയുമ്പോൾ, ഓ അങ്ങനെ ആയിരുന്നോ, എന്തായാലും ഞാൻ വന്നതിൽ വേണ്ടായിരുന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഫോൺ വിളിച്ച് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നു, നിങ്ങളെ കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് പതറിപ്പോയി, എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു പേടി, അവനെ ഞാൻ ദത്തെടുത്തതാന്നുള്ള സത്യം ശിവാനി ഒരിക്കലും അറിയാൻ പാടില്ല, എനിക്കാകെ 2 മക്കളുള്ളൂ, അത് യാമിനിയും പ്രണവുമാണെന്നുള്ള സത്യം ശിവാനി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് മൊബൈൽ പകർത്തുന്നുണ്ട്. അപ്പോൾ പുറത്ത് ശിവാനിയാണെങ്കിൽ മരത്തിനിടയിൽ നിന്നിട്ട്, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ, എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എന്താണെന്നറിയോ, എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിക്കുന്ന കാര്യവുമില്ല, അതുകൊണ്ട് എനിക്ക് ആ മൊബൈലിൽ അത് പകർത്തിയിട്ടുണ്ടാകും, ഞാനതൊക്കെ അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വീഴ്ത്തുമെന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ശിവാനി ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്.
അപ്പോൾ ഈ സമയം പാറു എല്ലാ കാര്യങ്ങളും പറയണം. അങ്ങനെ പാറു പറയണം, എൻ്റെ മരുമകൾ ഭയങ്കര വിടക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നു. അവളിപ്പോൾ ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് അറിയാൻ വേണ്ടി അവൾ ഒരു പക്ഷേ എന്നെ നിരീക്ഷിച്ച് വന്നേക്കാം, അതുകൊണ്ട് അധികം ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ട ഫണ്ട് ഓൺലൈനിലായി ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞിട്ട് ശിവൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പാറ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഈ ചെടികൾക്കുള്ളിലുള്ള ഈ ഫോൺ ശിവാനിയുടെ ഫോൺ അടിക്കാനിട്ടാ. അതോടുകൂടി ശിവാനി ആണെങ്കിൽ പറയാം, ഈശ്വര എൻ്റെ ഫോൺ അടിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഫോൺ അടിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പാറു ആണെങ്കിൽ ഫോൺ അടിക്കുന്നുണ്ടല്ലോ ഇന്ന് ഈ മാനേജറോട് പറയണ്ട. അപ്പം മാനേജർ, അയ്യോ എൻ്റെ ഫോണല്ല നിങ്ങളുടെ ഫോണാണ്. അത് കേൾക്കുന്ന പാറു പറയണേ, എൻ്റെ ഫോണല്ല എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരുടെ ഫോണല്ല എന്ന് പറയുമ്പോൾ ഈ റിംഗ് ട്യൂൺ എവിടെ നിന്ന് വരുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്ന ആ ചെടികൾക്കുള്ളിലാണ് കേട്ടോ ഈ ഫോൺ അടിക്കുന്നത്. അതോടുകൂടി പാറു അതിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ ഇത് ശിവാനിയുടെ ഫോണാണല്ലോ, ഇത് ശിവാനിയുടെ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നു എന്ന് പറയട്ടെ. അങ്ങനെ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പാറു ഇങ്ങനെ ഇയാളോട് പറയണ, ഗൗതമൻ്റെ മകനല്ലാന്ന് A to Z വരെയുള്ള കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ പാറു ആകെ ഞെട്ടിപ്പോണം. ഈ സമയം ഇയാൾ പറയണം, നിങ്ങളുടെ ചെറിയ മകൾ ഭയങ്കരം തന്നെയാണല്ലോ, അവളെ കൈയോടെ പിടിക്കുകയെന്ന് പറയട്ടെ. അപ്പോൾ ഈ സമയം പാറു പറയണം, അവൾ മുന്നിലോട്ട് വരില്ല, എനിക്കറിയാതെ എന്താ ചെയ്യേണ്ടത്. അപ്പോഴേക്കും അയാൾ പറയും, ഈ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്തേക്കെന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ പാറു പറയണേ, ഡിലീറ്റ് ചെയ്താലും അതെങ്ങനെയെങ്കിലൊക്കെ തിരിച്ചെടുക്കാനുള്ള ആ ഒരു ബുദ്ധി അവൾ ചെയ്യും, അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാതെ വേറെ വല്ല മാർഗ്ഗം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറു പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോകണം. ഈ സമയം ശിവാനി ഇവരിങ്ങോട്ട് എൻ്റെ ഫോണും കൊണ്ട് പോകുന്നത് എന്നിങ്ങനെ ശിവാനി അവരുടെ പിറകിലിങ്ങനെ പാറു അറിയാതെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാറു ഇങ്ങനെ ആ ഫോണുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ മാനേജറോട് പറയുന്നുണ്ട്, നിങ്ങൾ വേഗം പോയിക്കോളൂ, ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട, ഈ ഫോൺ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്തു തരേണ്ടതൊക്കെ ഞാൻ ചെയ്തുതരാം, നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം പാറു ആണെങ്കിലോ നേരെ പോകുന്നത് ബാത്റൂമിലോട്ടായിരിക്കട്ടോ. ഇത് കാണുന്ന ശിവാനി, ഇവരിപ്പോൾ എന്തിനാണ് ബാത്റൂമിൽ കയറുന്നത്, എൻ്റെ ഫോണുമായി എന്തിനാണ് ബാത്റൂമിലോട്ട് പോകുന്നത് എന്നറിയാൻ വേണ്ടി ശിവാനി ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം പാറു, ശിവാനി നീ എൻ്റെ കുടുംബം തകർക്കാനുള്ള ഈ വീഡിയോ നിൻ്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും, എൻ്റെ കുടുംബം തന്നെ നീ ഛിന്നഭിന്നമാക്കും, അത് ഈ പാറു ഒരിക്കലും സമ്മതിക്കില്ല, നിനക്ക് ഫോണേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലോസറ്റിലോട്ട് ആ ഫോൺ അങ്ങ് ഇടുകയാണ് കേട്ടോ. ഇതോടുകൂടിയിട്ട് ക്ലോസറ്റിലോട്ട് ആ ഫോൺ ഇടുമ്പോൾ ശിവാനി അയ്യോ എൻ്റെ ഫോണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു മറവിൽ നിന്നിട്ട്. അങ്ങനെ പിന്നീട് 2-3 തവണ ഫ്രഷ് അടിച്ച് കൊടുക്കുകയാണ്. അതോടുകൂടി ആ വെള്ളത്തിൽ ആ ഫോണ് ഗട്ടറിലോട്ട് മറിഞ്ഞു പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ശിവാനി അയ്യോ എൻ്റെ ഫോണും നീ എന്നോടാണ് കളിച്ചത്, നിനക്ക് ഫോണേ വേണ്ട, ഫോൺ ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് അതെങ്ങനെയെങ്കിലും എടുക്കും, അതുകൊണ്ട് ഈ രഹസ്യം നീ അറിയാനും പാടില്ല, നിൻ്റെ ഫോൺ നശിക്കട്ടെ എന്നും പറഞ്ഞിട്ട് പാറു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പാറു പോകുമ്പോൾ ശിവാനിക്ക് വാശിയാവാണ്. തീർച്ചയായും ആ ഓർഫനേജിൽ എന്തോ സംബന്ധിക്കുന്ന കാര്യമുണ്ട്, അതെന്തെന്ന് കണ്ടെത്തണം, തീർച്ചയായും എന്തെങ്കിലും ഉണ്ടാവും, അത് ഞാൻ കണ്ടെത്തിയിരിക്കും, വെറുതെ വിടില്ല, 30 വർഷങ്ങൾക്ക് മുന്നേയുള്ള കഥ എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതെന്തെന്ന് കണ്ടെത്തുക തന്നെ വേണമെന്ന് ശിവാനി തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ ശിവാനി കണ്ടെത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാനിരിക്കുന്നത്.